വിബിദാസിൻ്റെ ഡയറക്ഷനിൽ വിഭു പ്രദീപ് എഴുതി പൃഥ്വിരാജ്, നിഖില വിമൽ, അനുഷ്ഠ രാജൻ, ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിൽ എത്തി ഇന്ന് റിലീസിനെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ. ആദ്യം തന്നെ ഇത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ പടം അനൗൺസ് ചെയ്ത ആ സമയത്ത് തന്നെ ഈ പടത്തിന് ആവശ്യമില്ലാത്ത ഒരു തരം ഹൈപ്പ് ഉണ്ടെന്ന് തന്നെ പറയാൻ കാരണം ഇത് വിപിൻ ദാസ് ജയ് ഹേ സിനിമ എടുത്ത ഡയറക്ടറിൻ്റെ സിനിമയാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. പിന്നെ നോക്കുകയാണെങ്കിൽ ബേസിൽ ജോസഫും അതുപോലെ തന്നെ പൃഥ്വിരാജ് ആദ്യമായിട്ട് ഒന്നിക്കുന്ന അവരുടെ പെയറിങ്, അവരുടെ രണ്ട് അളിയന്മാരായിട്ട് അവർ വരാൻ പോവുകയാണ്. സോ അവരുടെ പെയറിങ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ പടത്തിന് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു തന്നെ പറയേണ്ടി വരും. ആൻഡ് ഈ പടം ആ ഹൈപ്പിനെ പൂർത്തിയാക്കിയെന്ന് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പൂർത്തിയാക്കിയ ഒരു സിനിമയാണ്. കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഹ്യൂമറായിട്ട് കണ്ട് ചിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ വന്ന ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. എല്ലാവരും വളരെ നന്നായിട്ട് ആ ഹ്യൂമർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ, ബേസിൽ ജോസഫിൻ്റെ ആ ഒരു കെമിസ്ട്രി, ഇത്ര നന്നായിട്ട് അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് അത് സിനിമയ്ക്കകത്ത് വർക്കൗട്ട് ആവുന്നുണ്ട്. അവരെ കണ്ട രണ്ട് അളിയന്മാരായിട്ട് നമുക്ക് തന്നെ തോന്നും. ആ തരത്തിലുള്ള ഒരു കെമിസ്ട്രി അവർക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കോമഡി ടൈമിലായിക്കോട്ടെ, അവരുടെ ആ ചെറിയ ഇതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ ബേസിക്കലി സിനിമയിലെ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അനുഷ്ഠ രാജിൻ്റെ ചേട്ടനാണ് പൃഥ്വിരാജ്. സോ അനുഷ്ഠ രാജിൻ്റെ ബേസിൽ ജോസഫിനെ കല്യാണം ആലോചിക്കുന്നു. സോ ഇവർ തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി ബേസിൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. സോ തുടർന്ന് ഇവരുടെ കല്യാണം നടന്നോ, അളിയനും എന്താണ് പ്രശ്നം ഉണ്ടായത്, ക്ലൈമാക്സിൽ എന്തൊക്കെയായി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. കഥ നമുക്ക് ഇങ്ങനെ ഒറ്റ വരിക്ക് പറയാൻ പറ്റില്ല. കഥയ്ക്കകത്ത് ഒരുപാട് ഇന്നർ ലെയേഴ്സ് ഉണ്ട്. ആ ഇന്നർ ലെയേഴ്സിലെ കോമഡീസും ഉണ്ട്. ഇതിൽ ബേജറായിട്ട് ആ കഥ നടക്കുന്നത് പൃഥ്വിരാജിൻ്റെ വൈഫായ നിഖില വിമൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു വരുന്ന കഥയും കൂടെയാണ്. സോ ഇതിൽ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സോ ഞാൻ സ്പോയിലറാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ ഒരു സിനിമയാണ്. സോ ബേസിക്കലി കഥാപാത്രങ്ങളിൽ തന്നെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. ഈവൻ പൃഥ്വിരാജ കഥാപാത്രമാണെങ്കിൽ തന്നെ കുറച്ച് കാർട്ടൂണിഷായിട്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് കഥാപാത്രം ആയിക്കോട്ടെ, മിക്ക കഥാപാത്രങ്ങൾക്കും ഒരു കാർട്ടൂണിഷ് ടച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ് വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ആ ഒരു സ്ഥലവും സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് യോഗി ബാബുവിൻ്റെ ഒരു ഗസ്റ്റ് റോളുണ്ട്. ആ കഥാപാത്രത്തിനെ ആക്ച്വലി എന്തെങ്കിലും ഹൈപ്പിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ആ ഹൈപ്പിനൊത്ത ഒരു സ്പേസ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സ്ഥിതിക്ക് അദ്ദേഹം എന്തെങ്കിലും കുറച്ചും കൂടെ ഒരു റോള് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് തോന്നി. ആൻഡ് അദ്ദേഹത്തെ കൊണ്ടുവന്ന രീതി, ആ ഹൈപ്പൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ കഥാപാത്രം പ്രത്യേകിച്ചൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല എഡിറ്റിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി രണ്ട് കഥാപാത്രങ്ങൾ ഫോൺ ചെയ്യാൻ നേരത്തെ വരെ രണ്ട് സ്ക്രീനിൽ ഒരേ സമയത്ത് കാണിക്കുന്ന രീതി, അതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിന് വേറെ റിയാക്ഷൻ എടുത്തിരുന്ന രീതിയൊക്കെ സിനിമയ്ക്കകത്ത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പടത്തിൻ്റെ അകത്ത് 2-3 വിൻറ്റേജ് സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക, എസ്പെഷ്യലി നമ്മൾ ഈ ബേസിൽ ജോസഫും പൃഥ്വിരാജിൻ്റെ കഥാപാത്രവും ആനന്ദിൻ്റെ കഥാപാത്രം ബേസിലിൻ്റെ കഥാപാത്രത്തിനെ കണ്ടുമുട്ടാൻ നേരത്തുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ട് പടത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പടത്തിൻ്റെ ബാക്കിയുള്ള മ്യൂസിക്സും വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു കോമഡി സിനിമയിൽ അവസാനം ഒരു കൂട്ടയടി കാണാൻ കഴിഞ്ഞു. മലയാളത്തിൻ്റെ ഒരു പഴയ ഒരു ക്ലീശയായിരുന്നു ഒരു കോമഡി സിനിമയ്ക്കകത്ത് ക്ലൈമാക്സിൻ്റെ അകത്ത് ഈ വന്നവരും നിന്നവരും പോയവരും കണ്ടവരും എല്ലാവരും കൂടെ കൂട്ടടി കിടക്കുന്ന ഒരു സെറ്റപ്പ് മലയാള സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രിയദർശൻ സിനിമകളിലൊക്കെ കൂടുതൽ കാണാൻ കഴിയും. സോ അങ്ങനെ ഒരു ഏർപ്പാട് ഈ സിനിമയിൽ അവസാനം കാണാൻ കഴിഞ്ഞു. ഏകദേശം നമ്മളെ ഗോഡ് ഫാദർ സിനിമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു ഫൈറ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ സിനിമയ്ക്കകത്ത് കുറച്ച് സർപ്രൈസ് ക്യാമിയോസൊക്കെ ഉണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിട്ട് ഫീൽ ചെയ്തു. എല്ലാവർക്കും അവിടെ ആയിട്ടുള്ള സ്പേസ് കൊടുത്തൊരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സിനിമ കണ്ടോ, നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.